ആയിക്കോട്ടെ. പൊടിമോൾക്ക് ഏതാ വേണ്ടത്? അത് ശരി. അപ്പൊ തക്കിള് ബാബ ഒന്നും അറിഞ്ഞില്ലേ? അത് പിന്നെ ഇന്ന് ഉച്ചക്ക് ശേഷമുള്ളൂ മോളുടെ അച്ഛൻ വരികയെന്നാ പറഞ്ഞത്. കണ്ടു കണ്ടു. ആ കട കത്തിക്കല്ലേ, ആ കാര്യം ഞാനേറ്റു. പിന്നെ ഈ രാഘവൻ ഒരു കാര്യം ഇട്ടാ അത് നടത്തിയിരിക്കും. ആ കാര്യമൊക്കെ ഞാനേറ്റു. പക്ഷെ പറഞ്ഞ തുക നിങ്ങളും ഏൽക്കണം. മമ്മിയുടെ കയ്യിൽ കാശുണ്ടായിട്ട് എനിക്കെന്താ കാര്യം? അത് എന്റെ കയ്യിൽ കിട്ടണ്ടേ, അപ്പോഴല്ലേ എനിക്ക് കാര്യമുള്ളൂ. ഞാൻ ഏറ്റ ഒരു കാര്യവും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. ഞങ്ങൾക്ക് വലിയ വീട്ടിലെ പിള്ളേരാ. ഞങ്ങളുടെ കയ്യിലൊക്കെ നല്ല കാശുണ്ട്. ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഞാൻ കാശിന് വേണ്ടി തന്നെയാ ഇതിനിറങ്ങിയത്. എനിക്ക് കാശാണ് പ്രധാനം. കാശ് അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. എല്ലാം കൃത്യമായി ചെയ്തിരിക്കണം. അത് ഞാൻ ഏറ്റു പിള്ളേരെ, ഏറ്റു. അതാ ആ ചുവന്ന ഡ്രസ് ഇട്ടുകളുണ്ടോ, അവളാണ് അവരുടെ തലപത്തി. അതെ അതെ, ആദ്യം അവളുടെ പേര് പറയണം നിങ്ങൾ. ഓ, അത് ഞാൻ ഏറ്റു. അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്നെ പറ്റിച്ചാൽ ഫലം നേരെ വിപരീതമായിരിക്കും. അല്ല, എനിക്ക് പറഞ്ഞ കാശ് കിട്ടിയിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ മമ്മി എപ്പോഴാ വരിക? മമ്മി സംഭവം നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കാശുമായി ഇവിടെ എത്തും. വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ആന്റിയെ വിളിച്ച് കേൾപ്പിച്ചു തരാം. ആന്റി, ഇത് ഞാനാ. എന്ത് പറ്റി മീനു? നമ്മൾ പറഞ്ഞതെല്ലാം സെറ്റല്ലേ? ഇവിടെ എല്ലാം റെഡിയാണ് ആന്റി. പക്ഷേ ഈ അങ്കിളിന് ഒരു സംശയം. എന്താണ് സംശയം? നമ്മൾ പറഞ്ഞ കാശ് കൊടുക്കില്ലെന്ന്. എല്ലാം ഭംഗിയായി ചെയ്താൽ പറഞ്ഞ കാശല്ല, അതിനപ്പുറം കൊടുക്കുമെന്ന് പറ. ഓക്കെ മോളെ, എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട്, ഞാനത് എടുക്കട്ടെ. ശരി ആന്റി, എല്ലാം പറഞ്ഞതുപോലെ. ഇപ്പൊ വിശ്വാസമായില്ലേ നിങ്ങൾക്ക്? എന്താ ചിന്നു, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ആഹാ, ഇതിനിടക്ക് അങ്ങനെയും സംഭവിച്ചോ? എനിക്ക് സി ക്ലാസ്സിലേക്ക് പോകണം ടീച്ചറേ. സാർ, ഇത് ശരിയല്ല. കുട്ടികളുടെ ശബ്ദം കാരണം ക്ലാസ് എടുക്കാനേ പറ്റണില്ല. അതെ അതെ, ഒരു ടീച്ചർ കൂടി അത്യാവശ്യമാണ്. ഞാൻ നോക്കട്ടെ. എന്തു പറ്റി? ആരെങ്കിലും അടികൂടിയോ? എന്ത് പറ്റി കുട്ടി? വേഗം കാര്യം പറയൂ. എന്നിട്ട് കുട്ടികളുണ്ട് അതിന്റെ പരിസരത്ത്? ഞാൻ ഫയർഫോഴ്സിനെ വിളിക്കട്ടെ. എന്താ ഇവിടെ ഇത്രക്കും കാട്ടിക്കുട്ടിയൊന്നും പോരെ മൈദീനെ? അതെങ്ങനെ? കള്ളന്മാരായാലും കട്ടെടുത്തെന്ന് പറയില്ലല്ലോ. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തന്നെ അപമാനമാകുന്നു നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണെന്ന് പറയുന്നതിനോട്. ഇവിടെ നോക്കി സംസാരിക്ക്, അല്ലാതെ അങ്ങോട്ടല്ല.
ആരാ ചെയ്തിക്കണേ? ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഇതിപ്പോ ആർക്കും അപകടമൊന്നും പറ്റിയില്ല, അതുകൊണ്ട് നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതെ അതെ, എന്താവുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ടീച്ചറെ, ഇവരുടെയൊക്കെ രക്ഷിതാക്കൾ വന്നിട്ട് ഇവരിനി ക്ലാസ് കയറ്റിയാൽ മതി. ഇവിടെ നിൽക്കട്ടെ എല്ലാതും. അതെ അതെ, ഇവറ്റകളൊന്നും വെറുതെ വിടാൻ പറ്റില്ല. നിസാര പ്രവൃത്തിയല്ല ഇവരൊന്നും ചെയ്തത്. ടീച്ചർ, അവരുടെ വീട്ടിൽ നിന്നും ആരോടെങ്കിലും വരാൻ പറയൂ. എന്നിട്ടിനി വീട്ടിലിരുത്തി പഠിപ്പിച്ചോളാൻ പറയും. എല്ലാത്തിനെയും ഈ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കണം. അതെ ടീച്ചറെ, ഇതൊന്നും അങ്ങനെ ക്ഷമിക്കാൻ പറ്റിയ കാര്യമല്ല. ടീച്ചർ, ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. ഇവരാ ചെയ്തത്, ഞങ്ങളല്ല. തെളിവോ? എന്ത് തെളിവ്? അങ്കിളേ, അങ്കിളോ, ഏതങ്കിള്? അങ്കിളേ, വന്നിട്ട് കണ്ട കാര്യം പറയൂ. ടീച്ചർ, ഇതേതാ പുതിയൊരു അവതാരം? ഇതുവരെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അത് തന്നെയാ, ഇയാൾ എന്ത് കണ്ടെന്നാ? അയാൾക്കെന്താ ഇവിടെ കാര്യം? അയാൾ എങ്ങനെ ഇവിടെ എത്തി? അതെ, അതൊക്കെ കണ്ടുപിടിക്കണം. എന്തായാലും നമുക്ക് അയാളോടൊന്ന് ചോദിച്ചു നോക്കാം. അവര് രണ്ടുപേരല്ലേ അയാളെ കണ്ടത്? ചിലപ്പോ അവര് കണ്ടുപിടിച്ച ആളാണെങ്കിലോ? അതെ അതെ, ഇച്ച് നല്ല സംശയമുണ്ട്. ചിന്നു, ഇതിലെന്താ ചതിയുണ്ട് നമുക്ക്? ഇച്ച് തോന്നിക്കണു ചിലപ്പോ ഓൾ നമുക്ക് പണി തരാൻ ഒരുങ്ങിയിരിക്കും. എന്നാലും അയാളാരാ? അതാണ്, അയാളിതെങ്ങനെ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളിച്ചു? ഇതുവരെ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. ഇനിയിപ്പോ അത് ഒരു കുടുംബക്കാരൊക്കെയാണോ? ഏയ്, അതിന് വഴിയില്ല. അവരുടെ കുടുംബക്കാരാണെങ്കിൽ ചിന്നുന്റെയും മിന്നുന്റെയും കുടുംബാവൂലേ? അത് ശരിയാ, അങ്ങനെയെങ്കിൽ ഞങ്ങളറിയില്ലേ? അത് ശരിയാണല്ലോ. അപ്പൊ പിന്നെ ആരാ? 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 അങ്കിളേ, പേടിച്ചു നിൽക്കാതെ ധൈര്യമായി പറയൂ. അത് സാറിനെ കണ്ടപ്പോഴേ ഒരു ധൈര്യക്കുറവ്. എടോ, തനിക്ക് കാശൊന്നും വേണ്ടേ ഇപ്പൊ? അത് കാശൊക്കെ വേണം. പിന്നെ കാശ് വാങ്ങാൻ മാത്രം സാമർത്ഥ്യമുണ്ടായാൽ മതിയോ? അതെ അതെ, പറഞ്ഞ കാര്യം കൃത്യമായി ചെയ്യാതെ നിങ്ങൾക്കാരാ ഇവിടെ കാശ് തരുന്നേ? ഇതാണോ നിങ്ങൾ വലിയ ധൈര്യശാലിയായെന്നൊക്കെ പറഞ്ഞിരുന്നത്? ഞങ്ങൾക്ക് തന്ന വാക്ക് പാലിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും. അതിനിപ്പോ ഞാൻ പറയില്ലാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ കുട്ടികളെ. പിന്നെ നിങ്ങൾ കണ്ട തോന്നുമല്ലോ കാല് മാറിയെന്ന്. അതെ അതെ, ഞങ്ങൾ നാണം കെടുത്താന പരിപാടി എങ്കിലുണ്ടല്ലോ. ഞങ്ങൾ കൂടി ഈ സ്കൂളിൽ നിന്നും അവരുടെ കൂടെ പുറത്തേക്ക് പോകേണ്ടി വരും. നിങ്ങൾ വിശ്വസിച്ചാ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. എന്നിട്ടിപ്പോ കാല് മാറുന്നോ? കാല് മാറിയില്ലല്ലോ. എന്നാ പറ ടീച്ചറോട്. അത് പിന്നെ ഞാൻ കണ്ടതാ. അങ്ങനെ ഉറച്ചങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ആര്? ചക്കിയോ? അവൾ അവൾ അങ്ങനെയൊക്കെ ചെയ്തോ? നോക്കട്ടെ, ഞാൻ അവളോടൊന്ന് വന്ന് ചോദിച്ചു നോക്കട്ടെ. സംഗതിയൊക്കെ ഏറ്റെന്നാ തോന്നുന്നത്. ഇനി നന്നായി അങ്ങ് അഭിനയിക്കാം രമയുടെ മുന്നിൽ. അവർക്കാർക്കും സംശയം തോന്നരുതല്ലോ. അമ്മാതിരി അഭിനയല്ലേ ആ മീനും ചക്കിയും പടെ കാഴ്ചവെക്കുന്നത്. അപ്പോ ഞാനൊട്ടും മോശമാവാൻ പാടില്ലല്ലോ. എടി രമേ, രമേ, നീ അവിടെ എന്തെടുക്കാ? ഓ, എപ്പോ നോക്കിയാലും ഇവളുടെ അടുക്കള ജോലി തീരുമില്ല. എന്താ എന്താ മൃദു? ഓ, വന്നോ? നിനക്ക് ഇപ്പോഴും അടുക്കളയിൽ തന്നെയാണോ ജോലി? കുറച്ചുകൂടി ജോലി ഉണ്ടായിരുന്നു മൃദു അടുക്കളയിൽ. എടി രമേ, നിന്റെ മകൾ കാരണം എന്റെ മകൾ കൂടി പെട്ടുപോയിരിക്കുക. എന്താ മൃദു? സ്കൂളിൽ നിന്ന് ടീച്ചർ വെച്ചിരുന്നു ഇപ്പോ? ആ, എനിക്ക് വിളിച്ചിരുന്നു. ഞാനും അറിഞ്ഞു. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു സ്കൂളിലേക്ക്. എന്റെ ചക്കി അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കുട്ടിയല്ല. ചിന്നുവിന്റെ കൂടെ കൂടിയിട്ടാ അവൾ ഇങ്ങനെ ആയത്. മൃദു, ടീച്ചർ എന്നെ വിളിച്ചിരുന്നു. നിന്നോട് എന്താ പറഞ്ഞേ? എന്ത് പറയാനാ? വേഗം സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവര് സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നൊക്കെ പറയുന്നത് കേട്ടത്. അയ്യോ, ഈ കുട്ടികളാണ് എന്താ ചെയ്തേ? ചേച്ചി, എനിക്കും വിളിച്ചിരുന്നു സ്കൂളിൽ നിന്നും. ഇങ്ങോട്ടും വിളിച്ചിരുന്നു. എന്താ കാര്യം എന്നൊന്നും പറഞ്ഞില്ല. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാലും ഈ കുട്ടികൾ ഇത് എന്ത് കാണിച്ചേ? എനിക്ക് തോന്നുന്നത് ചക്കി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ചിന്നുവിന്റെ കൂടെ കൂടിയിട്ടായിരിക്കും. അത് മൃദു, ഇപ്പൊ ഇങ്ങനെ പറയാൻ കഴിയില്ല. അവരെ കണ്ട് സംസാരിച്ചാലേ അറിയുള്ളൂ ആരാ എന്താ ചെയ്തേന്ന്. ഓ,